കാലത്ത് തന്നെ ഞാൻ കുമളിയിൽ വന്നിരിക്കുകയാണ്. കുമളിയിൽ വന്ന് ചായ കുടിച്ച് തിരിച്ച് KSRTC സ്റ്റാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും കോട്ടയത്തു നിന്ന് കമ്പത്തേക്ക് പോകുന്ന ഒരു KSRTC ബസ് കിട്ടി. അതിൽ നേരെ കമ്പം പോകുന്ന ആ യാത്രയാണ് ഈ പ്രാവശ്യം വീഡിയോയിലുള്ളത്. കുമളിയിൽ നിന്ന് നമ്മൾ കുമളി ശരിക്കും കേരളത്തിൻ്റെ ഭാഗമുണ്ട്, തമിഴ്നാടിൻ്റെ ഭാഗമുണ്ട്. കേരളത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്റ്റാൻഡ് പോലെയുണ്ട്. അവിടെയാണ് പ്രൈവറ്റ് ബസ്സുകളും ട്രാൻസ്പോർട്ട് ബസ്സുകളും എല്ലാം കിടക്കുന്നത്, KSRTC ബസ്സുകളും ഒക്കെ കിടക്കുന്നത്. തമിഴ്നാടിൻ്റെ ഭാഗത്ത് അധികവും TNSTC ബസ്സുകൾ ആണ്, അവരുടെ സർക്കാർ ബസ്സുകൾ തന്നെയാണ് കുമളിയിലേക്ക് അധികം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രൈവറ്റ് ബസ് കാണാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ ആ ബസ്സിൽ കയറി. ബസ്സിലൊരു സൈഡ് സീറ്റാണ് എനിക്ക് കിട്ടിയ ഇടത് വശത്തുള്ള. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എൻ്റെ പ്രധാന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ പോകുന്ന വഴിക്ക് കുറച്ച് ഹെയർപിന്നുകളുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ ഇവിടുന്ന് ഏകദേശം 23 കിലോമീറ്ററാണ് കമ്പത്തിന് എന്നാണ് എൻ്റെ അറിവ്. ഇവിടെ ഒരു മൈൽ സ്റ്റോൺ കണ്ടപ്പോഴും ഞാൻ അങ്ങനെയാണ്, അതിൽ 23 എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഇവിടുന്ന് 23 രൂപയാണ് കമ്പം വരെയുള്ള ബസ് ചാർജ്. അതിനുള്ള ശരിക്കും നമ്മുടെ ചാർജ് വെച്ച് കുറച്ച് കൂടുതലുണ്ടാവേണ്ടതാണ്. 23 കിലോമീറ്ററിന് ഏകദേശം 30 രൂപയുടെ അടുത്ത് ഉണ്ടാവേണ്ടതാണ് നമ്മുടെ കേരളത്തിലെ ബസ് ചാർജ് വെച്ച്. പക്ഷേ ബസ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു ചാർജാണ് നമ്മുടെ ബസ്സുകൾക്ക് ഉള്ളൂ. തിരിച്ചുമാണ് അവിടുത്തെ ബസ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് മെച്ചമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർജ് അവർക്ക് ഈടാക്കാം. പക്ഷെ നമുക്ക് ചെറിയ നഷ്ടമാണ്. അത്രയും പൈസ നമുക്ക് കുറവായിരിക്കും. ഏതായാലും 23 രൂപ ഉള്ളൂ. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഞാനൊക്കെ ഇറങ്ങി ചെല്ലുന്ന വഴിക്കൊക്കെ ഒരു 2-3 കുരങ്ങുകളെയൊക്കെ കാണുന്നുണ്ട്. ഈ ഇറങ്ങിപ്പോകുന്ന വഴിക്കാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ആ 3-4 കുഴലുകൾ. ഞാൻ 2-3 പ്രാവശ്യം മാത്രമാണ് ഈ ഒരു വഴിക്ക് യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ ഈ ബസ്സിൻ്റെ ഈ സൈഡിലിരുന്ന് പ്രധാന ലക്ഷ്യം ആ കുഴലുകളൊന്ന് കാണുക എന്നാണ്. പണ്ട്, അതായത് 90കളിലും 2000-ൻ്റെ ആദ്യ വർഷങ്ങളിലൊക്കെ ഈ കുഴലുകൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് പൊട്ടി അവിടെ റോഡിലേക്ക് ചീറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇറയിച്ചി പാലം എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അത് എത്തുന്നതും കാത്ത് ഞാനിങ്ങനെ റോഡ് സൈഡിലെ കാഴ്ചകളും, 2 സൈഡിലും വനമാണ്. ഈ ഇടത് സൈഡിലാണെങ്കിൽ മുകളിലേക്കുള്ള മലകളുടെ കാഴ്ചയാണ്. താഴെ വലത് സൈഡിൽ താഴെ അതേപോലെയുള്ള ചെറിയൊരു കൊക്കയുടെ രൂപത്തിലുള്ള കാര്യങ്ങളുമാണ്. അപ്പം അങ്ങനെ കുറേ സ്ഥലങ്ങൾ, 1-2 ഹെയർപിൻ വളവുകൾ ഒക്കെ കടന്നുപോയി. ഞാനിങ്ങനെ അക്ഷമനായിട്ടിരിക്കുകയാണ്. എവിടെയോ ആ ഒരു പൈപ്പുകൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ബസ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കുമുള്ള കാഴ്ചകളാണ്. താഴത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. പശ്ചിമഘട്ടത്തിൻ്റെയും താഴെ കമ്പത്തിൻ്റെ ആ ജനവാസ മേഖലകളുടെയൊക്കെ കാഴ്ചകൾ ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ട് കാണാം. നോക്കി ഇപ്പോൾ വളരെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷെ ഞാൻ അപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ 4 പെൻസ്റ്റോക്ക് പൈപ്പുകൾ പോലെയുള്ള ഏകദേശം അത്രയുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വലുതായിട്ടുള്ള 3-4 പൈപ്പുകൾ, അത് നോക്കിയാണ് ഞാൻ ക്യാമറ പോലും ഓഫ് ചെയ്യാതെ
ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മുല്ലപ്പെരിയാറിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇപ്പം അതായത് കഴിഞ്ഞ വയനാട് ദുരന്തം ഉണ്ടാകുന്ന ആ സമയത്ത് പെയ്ത മഴയിൽ ഏകദേശം 130 അടിയോളം മുല്ലപ്പെരിയാറിൽ വെള്ളം ആയി എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ വയനാട് ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞ ആ കുഴലുകൾ ഇതാണ്. കൃത്യമായിപ്പോൾ അവിടെ ബസ് ഒന്ന് സൈഡ് കൊടുക്കാനോ മറ്റോ നിന്നു. ഏതായാലും എൻ്റെ കാഴ്ചകൾ കൃത്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഏറ്റവും ഉദ്ദേശിച്ചതാണ്. ആ കാണുന്ന 4 പൈപ്പുകളാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട് അവരുടെ സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. തമിഴ്നാടിൻ്റെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ജീവജലം തന്നെയാണ്. അതായത് തേനി, തെങ്കാശി, അതുപോലെ പൊള്ളാച്ചി, ഉടുമ്പൽപേട്ട, പഴനി, ഏതാണ്ട് തമിഴ്നാടിൻ്റെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന മിക്കവാറും എല്ലാ പ്രദേശത്തെയും വെള്ളത്തിൻ്റെ ഒരു കുറവ് നികത്തുന്നതായിരിക്കും ശരിക്കും ആ വെള്ളം. തമിഴ്നാട് വെള്ളമെടുക്കുന്നതിന് നമുക്ക് യാതൊരു എതിർപ്പും നമ്മൾ തമിഴ്നാടിനോട് പറഞ്ഞിട്ടില്ല. നമ്മൾ മിക്കവാറും പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ്. ഒരിടയ്ക്ക് പ്രത്യേകിച്ചും 90കളിലായിരുന്നു കാവേരിയിലെ ജലം പങ്കിടുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ. അത് തമിഴ്നാട്, കർണാടക അവിടെയാണ് കെട്ടി, ഇവിടെയാണ് കെട്ടി, ഇവിടെ തടഞ്ഞു, അവിടെ തടഞ്ഞു, ആവശ്യമുള്ളിടത്തെല്ലാം വെള്ളം തമിഴ്നാടിന് കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള ആ ഒരു വാർത്തകളുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും പറയണില്ല. നിങ്ങൾ എന്തോരം വേണമെങ്കിലും എടുത്തോ, പക്ഷേ നമ്മുടെ ഡാം പുതുതായിട്ട് പണിയാൻ നമ്മളെ അനുവദിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു അപേക്ഷ. കാരണം 999 വർഷത്തേക്കാണ് ഡാമിൻ്റെ കരാറ്. അന്നത് ഒപ്പിട്ട് ചിത്രേന്ദ്രനാൾ മഹാരാജാവ് തന്നെ പറഞ്ഞത്, ഞാൻ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഈ കരാർ ഒപ്പിടുന്നതെന്നാണ്. ഏതായാലും ആ പ്രദേശങ്ങളും ആ ഒരു മലമ്പ്രദേശ റോഡ്, ഗട്ടർ റോഡുകളൊക്കെ കഴിഞ്ഞു. ഇനി തമിഴ്നാടിൻ്റെ ആ കൃഷി ഇടങ്ങളുടെ കാഴ്ചകളാണ് ആദ്യം കാണുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ഒരു സംഭവങ്ങളിലൂടെ തമിഴ്നാട്ടിലിപ്പോൾ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അധികവും വാഴ, തെങ്ങ്, അതുപോലെ തന്നെ ചോളം, പിന്നെ 1-2 സ്ഥലങ്ങളിൽ പാസ് ചെയ്ത് പോയപ്പോൾ ഞാൻ പാവൽ കൃഷി കണ്ടു. പിന്നെ ചില സ്ഥലത്ത് വളരെ അപൂർവമായിട്ടാണെങ്കിലും നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ടു. പ്രത്യേകിച്ചും ഈ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ധാരാളിത്വം കൂടെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും കാണുക, ഇതൊക്കെ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്ന വെള്ളം ആയിരിക്കും. ഇതേപോലെ വലിയ തടാകങ്ങൾ പോലെയും വലിയ രീതിയിലുള്ള കുളങ്ങളായിട്ടും ഒക്കെ അവർ സൂക്ഷിച്ച് വച്ചിട്ട് അവരുടെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാഴ്ചകളാണ്. നാനാവിധത്തിലുള്ള കൃഷി ഇടങ്ങളുടെ കാഴ്ചകളാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായി കിട്ടുന്ന ആ മാങ്ങ പോലും ഇവർ കൃത്യമായിട്ട് ഓരോ കൃഷിയിടങ്ങളിൽ ഇതേപോലെ മാവ് തോട്ടമാക്കി ഉണ്ടാക്കി, അത് ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള മാവുകളാണ്. അതാണ് നമുക്ക് ഒരുവിധം ഈ എല്ലാ സമയത്തും, വർഷത്തിലെ എല്ലാ സമയത്തും മാങ്ങ സീസൺ എന്നുള്ളതൊന്നുമില്ല ഇവിടെ. ഈ പുതിയ തരത്തിലുള്ള കൃഷി രീതികൾ വന്നതോടുകൂടി ആ വിത്തുകൾക്കൊക്കെ ഏകദേശം ഒരു ഒറ്റ വിളവ് എന്നുള്ള രീതിയിൽ, കാരണം അത് വിളവ് തരിക മാത്രമേ ഉള്ളൂ. അതിൽ നിന്നൊരു വിത്ത് നമുക്ക് ഇപ്പം മാങ്ങ നമുക്ക് ശരിക്കും നമ്മുടെ നാടൻ മാവുകളൊക്കെ ആണെങ്കിൽ ഉപയോഗിച്ച ശേഷം അതിൻ്റെ ആ വിത്ത് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഈ പുതിയ രീതിയിലൊന്നും നടക്കില്ല. ഇപ്പം ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഒരു പാവൽ തോട്ടമാണ്. നമ്മുടെ പാവയ്ക്കയുടെ, അതായത് കേരളീയർക്ക് പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ്, ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക. എല്ലാ വീടുകളിലും തന്നെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ പാവയ്ക്ക തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് കടന്നു പോകുന്നത്. പിന്നെ വഴിയരികിൽ മുഴുവൻ തെങ്ങും വാഴകളുടെയും കൈലാസമാണെന്ന് തന്നെ വേണം പറയാൻ. എല്ലാ
തോട്ടത്തിലും ചെറിയ രീതിയിൽ എങ്കിലും കുറച്ച് വാഴ കൃഷിയും തെങ്ങും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കടന്നു പോകുമ്പോൾ ഈ കാണുന്ന തെങ്ങിനൊന്നും നമ്മുടെ നാട്ടിലെ അത്രയും പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെ ബസ് ഗൂഡല്ലൂർ എന്ന് പറയുന്ന ചെറിയ ടൗണിലേക്കാണ് എത്തിയിരിക്കുന്നത്. പണ്ട് ഞാൻ ഇതിൽ വരുന്ന സമയത്തൊന്നും ഇത്രയും ഈ അന്നൊരു ജംഗ്ഷൻ പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗൂഡല്ലൂരിൽ ഇത്ര വികസിച്ചിട്ടുണ്ടായിരുന്നില്ല. വരുന്ന പുതിയ കാലത്തിൽ ഓരോ ചെറിയ ജംഗ്ഷനുകൾക്ക് പോലും തമിഴ്നാട്ടിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്നുള്ള ഒരു കാര്യവും കൂടെ നമ്മളിതിൽ ഓർക്കേണ്ടതുണ്ട്. നമുക്ക് എന്ത് വ്യത്യാസം ആണ് ഈ സ്ഥലങ്ങൾക്കൊക്കെ വന്നിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ഇതെല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഞാൻ.